അദ്ദേഹം പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു മെഷീൻ കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് പുഴയിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള വലിയ ഒരു എക്യുപ്മെന്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതായത് ബിനിൽ 60 ഫീറ്റോളം നീളം വരുന്ന ബൂം എക്സ്കവേറ്ററാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ റോഡരികിൽ നിന്ന് പുഴയിലേക്ക് അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്നതിന് ഉതകുന്ന തരത്തിൽ വലിയ നീളമുള്ള കൈകളോടുകൂടി അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏറ്റവും ദൂരെയുള്ള മണ്ണ് പോലും നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള എക്സ്കവേറ്റർ എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് വലിയ നീളമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വാഹനത്തിൽ 2 കൊണ്ടുവരണമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ 1 ലോഡ് ചെയ്തിട്ടുണ്ട്. അത് SP-യുടെ ഉൾപ്പെടെ സംവിധാനവുമായി സംസാരിച്ച പോലീസിന്റെ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള പരിമിതി എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് എത്തിക്കുന്നതിനുള്ള പ്രയാസങ്ങളുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അത് എത്തുമെന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത്. തൻ്റെ സ്വന്തം റിസ്കിൽ അത്തരത്തിൽ എത്തിക്കുകയാണ് എന്നുള്ള കാര്യവും കൂടി സതീഷ് തയ്യിൽ പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, 4 പേരെയാണ് നേരത്തെ മിസ്സിങ്ങിലായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് കണ്ടുകിട്ടുന്ന സാഹചര്യമുണ്ട്. ഇനി 3 പേർ കൂടിയുണ്ട്. ആ 3 പേരെ കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു മിഷൻ അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പ് കൂടി സതീഷ് തയ്യിൽ നൽകുന്നത് നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം ആ കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, പല ദൃശ്യമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരു ബ്ലാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സതീഷ് കൃഷ്ണസേയിൽ പറയുന്നത് പല വിധത്തിലുള്ള വാർത്തകൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ താൻ ഇവിടെ തന്നെ ഉണ്ട്, തൻ്റെ വാക്കുകളെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ഇക്കാര്യം പറയുന്നത്. അതെ, അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായി ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന് ശേഷം വ്യക്തത വരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, 11 kV ലൈൻ ആ പുഴയ്ക്ക് കുറുകെ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും മറുവശത്തേക്ക്, ഗംഗാവലിയുടെ മറുവശത്തേക്ക് പോകുന്നുണ്ട്. അത് പൊട്ടി വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്പാർക്ക് ഉണ്ടാവുകയും വെള്ളത്തിലേക്ക് തട്ടിയത് ആ ഒരു ഘട്ടത്തിലുണ്ടായ ശബ്ദമാണ് ഇത് സ്ഫോടനം എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പല കോണുകളിൽ നിന്ന് അത്തരം തെറ്റായ വാർത്തകൾ വരുന്നുണ്ട്. ഏത് വാർത്തകളും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവുമായി എല്ലായ്പ്പോഴും സംസാരിക്കുകയും ആ കാര്യത്തിൽ വ്യക്തത വരുത്തി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ മുഴുവൻ സമയം ഉണ്ടാകും എന്നുള്ള കൂടിയാണ് MLA നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആ മേഖലയിലേക്ക് പോകും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിലവിൽ റോഡിൽ നിന്നുള്ള ഭാഗത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ പൂർണ്ണമായും ചെയ്തു തീർത്തു എന്നുള്ള രീതിയിലാണ്. ഒപ്പം തന്നെ ഇനി പുഴയുടെ ഓരത്ത്, അതായത് റോഡിൽ നിന്നും തൊട്ടരികിലേക്ക് മാറിക്കിടക്കുന്ന മണ്ണ് നീക്കുക എന്നുള്ളതാണ്. ആ ആവശ്യം നേരത്തെ തന്നെ എല്ലാവരും ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ 60 ഫീറ്റ് നീളമുള്ള ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്നതും ആ മണ്ണ് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പോകുന്നതും. ഇന്ന് രാത്രിയോടുകൂടി ആ ബൂം എക്സ്കവേറ്റർ ഇവിടേക്ക് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞാൽ നാളെ പുലർച്ചെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ അവിടെ ഇനി ഏതെങ്കിലും സാധ്യതകളുണ്ട് എങ്കിൽ ആ സാധ്യതകൾ കൂടി നോക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ നേവിയുടേതടക്കം സ്കൂബ ടീം അടക്കമുള്ള സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുന്ന നടപടിക്രമങ്ങൾ അത് ആ നിലയിൽ തന്നെ പുരോഗമിക്കുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്ന് രക്ഷാപ്രവർത്തനം നിർത്തിയോ എന്നുള്ള ചോദ്യത്തിന് കാലാവസ്ഥയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള മറുപടി കൂടി സതീഷ് കൃഷ്ണസേയിൽ നൽകുന്ന ഒരു പ്രതികരണമായി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ സജീവമായ ഇടപെടൽ ആദ്യം മുതൽ താൻ നടത്തുന്നുണ്ട്. അത് ഇനിയും തുടരും. അതിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലും തൻ്റെ സ്വന്തം നിലയിൽ തുടർന്നാൽ പോലും അത് ജില്ലാ ഭരണകൂടവുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ കാർവാർ MLA നൽകിയിരിക്കുന്നത്. അത് വളരെ ശുഭസൂചകമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ നേരത്തെ തെരച്ചിൽ നിർത്തിയപ്പോഴൊക്കെ വിലപിച്ചവരാണ് മലയാളികൾ. പ്രത്യേകിച്ച് 7 മണി സമയം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 8 മണി 9 മണി സമയത്തിനകം ഈ തിരച്ചിൽ അവസാനിപ്പിച്ച ദിനങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അന്നൊക്കെ കുറച്ചുകൂടി സമയം തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഏത് സമയത്തും മാറാവുന്ന വിധത്തിലുള്ളതാണ്. മണ്ണിടിച്ചിലിന് ഇനിയും സാധ്യതയുള്ള മേഖലയാണ്. അവിടെ ആ തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വൈകാരികമായ ഏതെങ്കിലും വാക്കുകളുടെ പുറത്ത് അത്തരം രക്ഷാപ്രവർത്തനം എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് മറ്റ് അപകടങ്ങൾ കൂടി ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അത് സാധ്യമാകാതെ പോയത്. എന്നാൽ പോലും ഇനി 3 ആളുകൾ, അത് നമ്മുടെ എല്ലാ
എല്ലാവരുടെയും വേണ്ടപ്പെട്ടവരാണ് എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ 3 പേരെയും കണ്ടെത്തുന്നത് വരെയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് രാവിലെ സന്നദ്ധ സംഘടനയെ പ്രതിനിധീകരിച്ച് ഇവിടേക്ക് എത്തിയിട്ടുള്ള വളണ്ടിയർമാരായിട്ടുള്ള ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ജില്ലാ ഭരണകൂടവുമായി MLA-മാർ ഉൾപ്പെടെ കേരളത്തിൽ നിന്നെത്തിയ MLA-മാർ ഉൾപ്പെടെ ഇന്ന് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യം അന്വേഷിച്ച ശേഷം ആലോചിച്ച ശേഷം അറിയിക്കാമെന്നുള്ള നിലപാട് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇപ്പോൾ സതീഷ് സൈൽ ഇവിടേക്ക് എത്തിയപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ മേഖല ഏതാണോ, അതായത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നവരാണെങ്കിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഇന്ന പ്രദേശത്തുള്ള ഇന്നയാൾ എന്നുള്ള ഒരു രേഖ അത് ലഭ്യമാക്കുകയാണ് എങ്കിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് സംസാരിച്ച് ആ കാര്യത്തിൽ അവർക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് സതീഷ് സൈൽ പറയുന്നത്. അതിന് ഏതാണ്ട് 25ഓളം ആളുകളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ രേഖ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ രേഖ ഇപ്പോൾ സതീഷ് സൈലിന് കൈമാറിയപ്പോൾ അദ്ദേഹം അത് ലിൻഡോ ജോസഫ് MLA-ക്ക് കൈമാറുകയാണ് ഉണ്ടായത്. എന്നിട്ട് ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള അനുമതി അത് ഒരു ഫോട്ടോ എടുത്ത് അയച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൂ എന്നുള്ള മറുപടി സതീഷ് സൈൽ നൽകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പൂർണ്ണമായും മലയാളികൾ മുന്നോട്ട് വെച്ച ആശങ്ക അർജുൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ എല്ലാം ആ ആശങ്ക അത് പരിഹരിക്കുന്ന തരത്തിലേക്ക് തന്നെ എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസം പൂർണ്ണമായും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അർജുൻ എന്ന് മാത്രമല്ല ആ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ മറ്റ് 2 പേരുടെ കൂടി നമുക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകെ 3 പേർ, നമ്മുടെ സ്വന്തമായ 3 പേരെയും പുറത്തെത്തിക്കുന്നത് വരെ ഈ ഒരു രക്ഷാദൗത്യം തുടരുമെന്നുള്ള ഉറപ്പ് സതീഷ് സൈലിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഏതൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഭൂം എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഓൺ റിസ്ക് എന്നുള്ള വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. അവരോട് പറഞ്ഞിരിക്കുന്നത് പോലും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് എത്തിക്കണം എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ആവശ്യകത ഉണ്ടെങ്കിൽ ആ ആവശ്യകതകൾ പോലും തൻ്റെ ഭാഗത്ത് നിന്ന് നിറവേറ്റാൻ തയ്യാറാണ് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സതീഷ് സൈൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആദ്യ എക്സ്കവേറ്റർ ഇവിടേക്ക് എത്തും. ആ ഭൂമി എക്സ്കവേറ്റർ എത്തിക്കഴിഞ്ഞാൽ നാളെ റോഡിൽ നിന്നുകൊണ്ട് തന്നെ പുഴയുടെ ഓരങ്ങളിലുള്ള മണ്ണ് പൂർണ്ണമായും നീക്കുന്ന നടപടിയിലേക്ക് പോകാൻ സാധിക്കും. ഇനി അവിടെ നിന്നും ആ റോട്ടിൽ നിന്നും തൊട്ട് താഴേക്ക് ഇറങ്ങി ഒരു ബെഞ്ച് കട്ട് രൂപീകരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും പുഴയിലുള്ള മൺതിട്ടയിലേക്ക് പോലും എത്താവുന്ന ദൂരത്തിലേക്ക് ആ ഭൂമി കൊണ്ട് മണ്ണ് നീക്കുന്ന നടപടികളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ മറ്റൊരു വിധത്തിലേക്ക് പോയിട്ടില്ല എങ്കിൽ, രൗദ്രഭാവത്തിലേക്ക് വീണ്ടും ഗംഗാവലി മാറിയിട്ടില്ല എങ്കിൽ അതെല്ലാം സാധ്യമാകും. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ മുന്നോട്ട് വെച്ച പലവിധ സംശയങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകുമെന്നുള്ളത് കൂടി നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നത് ആദ്യഘട്ടം മുതൽ താൻ പറയുന്നുണ്ട് ആ മലയടിവാരത്ത്, അതായത് മണ്ണിടിഞ്ഞ് വീണ ആ തൊട്ട് ഭാഗത്ത് വാഹനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് താൻ പറഞ്ഞതായിരുന്നു. പക്ഷേ അന്ന് തന്നെ ആരും കേട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് ഈ GPS ലൊക്കേഷനൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവിടെ മണ്ണ് നീക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയിരുന്നത്. പക്ഷേ അത് വിഫലമായി, ആ ശ്രമം വിഫലമാവുകയും പിന്നീട് അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധനകൾ വ്യാപിപ്പിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആ കാര്യത്തിൽ അല്പം നീരസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതും ഇന്ന് കണ്ടു. എന്തായാലും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി പൂർണ്ണമായും ഒരു ഇടപെടൽ ഈ മേഖലയിൽ നടത്തുന്നു എന്നുള്ളത് എന്തുകൊണ്ടും ആശാവഹമായ കാര്യമാണ്.